നിങ്ങൾ ദേശം കൈവശമാക്കുവാൻ പോകുന്ന ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിന്മേലും കുന്നുകളിന്മേലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തങ്ങളുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളൊക്കെയും നിങ്ങൾ അശേഷം നശിപ്പിക്കണം. മതി മതി. ഇതിനകത്ത് വായിക്കുന്ന അധ്യായങ്ങൾക്കകത്ത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നത് ദൈവം അവരുടെ ഇടപെടുന്ന ഒരു ദൈവശബ്ദമാണ്. ചില മണ്ഡലങ്ങളെ നിങ്ങൾ നിശേഷം, അതായത് വിത്തൗട്ട് ഫിയർ, ഭയമില്ലാതെ സംശയമില്ലാതെ ചില മണ്ഡലങ്ങളെ നശിപ്പിക്കണം. അതാണ് ദൈവസഭയോടുള്ള ദൈവത്തിൻ്റെ വലിയ വാഗ്ദത്തം. നമ്മളിത് വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ കനാൽ ദേശത്ത് എത്തിയതിനു ശേഷമുള്ള ഒരു ദൈവശബ്ദമാണിത്. അവർ വളരെ വർഷം കാത്തിരുന്നിട്ട് ഒരു കനാൽ ദേശത്തേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ വേദനയും മാറമധുരമായതും ഒരുപാട് കാര്യങ്ങൾ അവർ കണ്ടു. പക്ഷേ ഒരു ജാതീയ ശക്തി എന്ന് പറഞ്ഞാൽ ദ ആൻസിസ്റ്റേഴ്സ്, പിതാക്കന്മാർ കൊണ്ടേ നടന്ന ചില മണ്ഡലങ്ങൾ, പിതാക്കന്മാരുടെ ഐഡൽസ്, പിതാക്കന്മാരുടെ ദൈവം അബ്രഹാമിനെ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും വിടുവിക്കുമ്പോൾ തന്നെ വിളിച്ച് വേർതിരിച്ച് മെസൊപ്പൊട്ടേമിയൻ ചരിത്രത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്നപ്പോൾ അവനോട് ദൈവം പറഞ്ഞ ഒന്നാമത്തത്, നിന്റെ പിതാവിൻ്റെ തേരഹിന്റെ ഭവനത്തിലെ സകല വിഗ്രഹങ്ങളെയും നീ ഉടയ്ക്കണം. ഉടയ്ക്കുക എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ കുടുംബം ഒരു ഐഡൽ മേക്കേഴ്സ് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന പാരമ്പര്യമുള്ള കുടുംബമാണ്. സകല ദേവികളെയും തൻ്റെ കരത്താൽ ചമയുവാൻ കഴിയുന്ന അബ്രഹാം ഇത് കേട്ടപ്പോൾ മനസ്സിലായി, ഇത്ര നാൾ ചമഞ്ഞതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള ദേവദേവന്മാർ, മറിച്ച് ഇതെല്ലാം ഉടയപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ. ആത്മാവിൽ തിരിച്ചറിയുക, ഇത് ഉടയപ്പെടേണ്ട മണ്ഡലങ്ങളാണ്. ഉടയപ്പെടേണ്ട മണ്ഡലങ്ങളെ തിരിച്ചറിയുവാൻ അബ്രഹാമിന് കഴിഞ്ഞു എന്നുള്ളതാണ് the first blessing of God. ചില മണ്ഡലങ്ങൾ ഇന്ന് ഉടയുന്നു എന്ന് നിങ്ങൾ കേട്ടില്ലേ? അതാണ് ജീവിതത്തിന്റെ ഫസ്റ്റ് വാഗ്ദത്തങ്ങൾ. ചിലത് ഉടയപ്പെട്ടാൽ മാത്രമേ ചിലത് പണിയപ്പെടത്തുള്ളൂ. ചില മണ്ഡലങ്ങൾ നിന്റെ വീട്ടിൽ ഉടയപ്പെട്ടാൽ, നിന്റെ ലൈഫിൽ ഉടയപ്പെട്ടാൽ, ചില വിഗ്രഹങ്ങൾ ഉടയപ്പെട്ടാൽ മാത്രമേ വലിയവനാകുന്ന ദൈവം ഇറങ്ങത്തുള്ളൂ.